പ്രീമിയർ ലീഗിലെ പോയിന്റ് ടേബിൾ ഒന്ന് പരിശോധിക്കാൻ വളരെ രസകരമായ പോയിന്റ് ടേബിളാണ് ഇപ്പോൾ പ്രീമിയർ ലീഗിലുള്ളത്. കാരണം അജയരായി മുന്നേറിക്കൊണ്ടിരുന്ന ആഴ്സണലിനെ വില്ല പാർക്കിൽ വെച്ചിട്ട് ആസ്റ്റൺ വില്ല വെട്ടി വീഴ്ത്തിയതോടുകൂടി കളി ഒന്നും കൂടിയും ആവേശമായി, പോയിന്റ് ടേബിളും ഒന്നും കൂടി ആവേശമായി. ഇപ്പോൾ 33 പോയിന്റോടുകൂടി ആഴ്സണൽ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത്. തോറ്റാ പോലും ഒന്നാം സ്ഥാനത്ത് ആഴ്സണൽ തന്നെയാണ്. പക്ഷേ രണ്ടാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ സിറ്റിയാണ്. മാഞ്ചസ്റ്റർ സിറ്റിക്ക് 31 പോയിന്റ്. മാഞ്ചസ്റ്റർ സിറ്റി കഴിഞ്ഞ ദിവസം സണ്ടർലൻഡിനെ 3-0 തോൽപ്പിച്ചിരുന്നു. അതോടുകൂടി മാഞ്ചസ്റ്റർ സിറ്റി മേലേക്ക് രണ്ടാം സ്ഥാനത്തായി. 31 പോയിന്റ്, 2 പോയിന്റ് വ്യത്യാസം ഒന്നാം സ്ഥാനത്തിൽ ആഴ്സണലിലേക്കാണ്. അതുണ്ട്. മൂന്നാം സ്ഥാനത്ത് ഉള്ളത് ആസ്റ്റൺ വില്ലയാണ്, 30 പോയിന്റ്. അജയരായി മുന്നേറിക്കൊണ്ടിരുന്ന ആർട്ടേറ്റയുടെ ടീമിനെ വില്ല പാർക്കിൽ വെച്ചിട്ട് ഉനായി എമറിയുടെ ആസ്റ്റൺ വില്ല വെട്ടി വീഴ്ത്തിയിരുന്നു. അപ്പോൾ ആ 3 വിലപ്പെട്ട പോയിന്റ് കിട്ടിയത് കൊണ്ട് ആസ്റ്റൺ വില്ല മൂന്നാം സ്ഥാനത്ത് കിട്ടുന്നു. എത്ര പോയിന്റ്? 30 പോയിന്റ്. അപ്പോൾ ഈ മൂന്നാം സ്ഥാനത്തുള്ള ആസ്റ്റൺ വില്ല, രണ്ടാം സ്ഥാനത്തുള്ള സിറ്റി വ്യത്യാസം ഒരു ഒറ്റ പോയിന്റ്. 4ാം സ്ഥാനത്ത് ക്രിസ്റ്റൽ പാലസ് 4ാം സ്ഥാനത്തേക്ക് ഉയർന്നു. ഞായറാഴ്ച ലേറ്റായിട്ട് നടന്നവനെ രാത്രി നടന്ന കളിയിൽ ക്രിസ്റ്റൽ പാലസ് ഫുൾഹാമിന് 2-1 തോൽപ്പിച്ചു. ഞാൻ ക്രിസ്റ്റൽ പാലസ് തോക്കരുത് എന്ന് വിചാരിച്ചിരുന്ന കളിയായിരുന്നു. കാരണം യുണൈറ്റഡിന് എന്ന ചാൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, ക്രിസ്റ്റൽ പാലസ് എന്തായാലും ജയിച്ചു 2-1. അങ്ങനെ ക്രിസ്റ്റൽ പാലസ് 4ാം സ്ഥാനത്തേക്ക് ഉയർന്നു. 5ാം സ്ഥാനത്തേക്ക് ചെൽസി വീണു. 2ാം സ്ഥാനത്തുണ്ടായിരുന്ന ചെൽസി 5ാം സ്ഥാനത്തേക്ക് വീഴാൻ കാരണം മിഡ് വീക്കിൽ ലീഡ്സിനെതിരെ തോറ്റു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന കളിയിൽ ചെൽസി ബോൺമൗത്തിനെതിരെ ചെൽസി സമനില വഴങ്ങി. അങ്ങനെ 2 കളിയിലും പോയിന്റ് ഡ്രോപ്പ് ചെയ്തതോടുകൂടി ചെൽസി 5ാം സ്ഥാനത്തേക്ക് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണു. മനസ്സൊക്കെ ഇരുത്തി ചിന്തിക്കേണ്ടി വരും, എന്താണ് പ്രശ്നം, എങ്ങനെ ഓവർകം ചെയ്യാമെന്ന്. പിന്നെ 6ാം സ്ഥാനത്ത് എവർട്ടനാണ്. എവർട്ടനും ജയിച്ചു 2-1. ഏത് ടീമിലേക്ക് പെടുത്തത്, പക്ഷേ എവർട്ടനും ജയിച്ചു. പിന്നെ എവർട്ടൻ ജയിച്ചു. പിന്നെ 7ാം സ്ഥാനത്ത് ബ്രൈറ്റൺ, 8ാം സ്ഥാനത്ത് സണ്ടർലൻഡ്. എവർട്ടനും ബ്രൈറ്റനും കൂടി കളിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു അവർ ഇതായിരുന്നു, സമനിലയായിരുന്നു. എവർട്ടനും ബ്രൈറ്റനും കൂട്ടായിരുന്നു കളി. അപ്പോൾ എവർട്ടനും ബ്രൈറ്റനും കൂടി കളിച്ചപ്പോൾ സമനില വന്നു. അങ്ങനെയാണത് ഇത് വന്നത്. ഒന്നും കൂടി നോക്കട്ടെ, ഒന്നും കൂടി ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതിൽ ആരൊക്കെ എവർട്ടൻ ജയിച്ചു എന്നാണ് എൻ്റെ ഒരു അറിവ്. എവർട്ടൻ 3-0 നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് എവർട്ടൻ 3-0 നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് തോൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ എവർട്ടനും വിലപ്പെട്ട ഒരു 3 പോയിന്റ് എവർട്ടനും കിട്ടി. അതോടുകൂടി എവർട്ടൻ പടികൾ മുന്നോട്ട് കയറി വരുന്നുണ്ട്. എവർട്ടൻ എത്ര സ്ഥാനത്തൊക്കെ 7ാം സ്ഥാനത്താണ് നിൽക്കുന്നത് തോന്നുന്നു. എന്തായാലും എവർട്ടൻ നല്ല ചാൻസാണ്. കാരണം എവർട്ടൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ഓൾഡ് ട്രാഫോർഡിൽ വെച്ചിട്ട് 1-0 തോൽപ്പിച്ചത് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഒരു സപ്പോർട്ടറിന് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിച്ചൊരു ദിവസമായിരുന്നു. എനിവേ ഇപ്പോൾ എവർട്ടൻ 6ാം സ്ഥാനത്തേക്ക് കയറിയിട്ടുണ്ട് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെ തോൽപ്പിച്ചതോടുകൂടി. ബ്രൈറ്റൺ 7ാം സ്ഥാനത്ത്, സണ്ടർലൻഡ് 8ാം സ്ഥാനത്ത്. സണ്ടർലൻഡ് തോറ്റാൽ പോലും 8ാം സ്ഥാനത്താണ്. ലിവർപൂൾ 9ാം സ്ഥാനത്ത്. ലിവർപൂൾ ലീഡ്സായിട്ട് 3-3 സമനില വഴങ്ങിയിരുന്നു, 9ാം സ്ഥാനത്ത്. 10ാം സ്ഥാനത്ത് സ്പുർസ്, ടോട്ടനം. 11ാം സ്ഥാനത്ത് ന്യൂക്കാസിൽ. 12ാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഒരു കളിയും ബാക്കിയുണ്ട്. തിങ്കളാഴ്ച രാത്രി നടക്കുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് വോൾഫ് മത്സരം ബാക്കിയുണ്ട്. അത് കാരണം കൊണ്ട് ഒരു മാച്ച് അഡ്വാൻറ്റേജ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനുണ്ട്. അത് ഓൾഡ് ട്രാഫോർഡിൽ വെച്ചൊരു കളി ജയിച്ചാൽ മതിയായിരുന്നു. അങ്ങനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ജയിക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 6ാം സ്ഥാനത്തേക്ക് എത്താവുന്ന നിലപാടിലുണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. 5ാം സ്ഥാനത്തല്ല, 6ാം സ്ഥാനത്ത് ഇതുണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്. അപ്പോൾ അങ്ങനെയാണ് പ്രധാനപ്പെട്ട ടോപ്പ് 10 ടോപ്പ് 12 എന്നെല്ലാവരും നിൽക്കുന്നത്. എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ് കളികൾ വരുന്നത്. ഓരോ കളി തോക്കും അല്ലെങ്കിൽ സമനില വെക്കും തോറും പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്നതോറും താഴേക്ക് പോകുന്നു. ഓരോ ടീമും മറ്റു ടീമുകൾ മുന്നിലുള്ള ടീമുകളായിട്ടുള്ള പോയിന്റ് വ്യത്യാസം വരുന്നത് 1 പോയിന്റ് 2 പോയിന്റൊക്കെയാണ്. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് പ്രീമിയർ ലീഗ് പോയിക്കൊണ്ടിരിക്കുന്നത്, ടേബിൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മത്സരങ്ങളും